ഇപ്പോൾ നമുക്ക് ഡിഫൻസിന്റെ പിആർഒ തന്നെ നേരിട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട്, അതുൽ പിള്ളൈ. ഹായ്, വെരി ഗുഡ് ഈവനിങ് അതുൽ പിള്ളൈ. ഗുഡ് ഈവനിങ് അരുൺ. അതുൽ പിള്ളൈ, ഇന്നലെ തന്ന ഇൻഫർമേഷൻ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആയിരുന്നു, വൈറ്റൽ ഇൻഫർമേഷനാണ്. നമ്മളത് വളരെ നന്നായി അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ 2-3 ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ബാക്കി കാര്യങ്ങൾ സാങ്കേതികത്വമെല്ലാം നമ്മൾ വിശദീകരിച്ചു, ഇന്ദ്രബാലൻ പറഞ്ഞു. ഏകദേശം 6 നോട്ട്സ് ഒഴുക്കുള്ള ഒരു പുഴ, 0 വിസിബിലിറ്റി, അവിടെയാണ് നമ്മുടെ ഡൈവേഴ്സിന് ഡൈവ് ചെയ്യേണ്ടത്. അതും ഒരു ലോഹവസ്തു കൃത്യമായി ലൊക്കേറ്റ് ചെയ്തു എന്ന് ഇന്ദ്രബാലൻ പറയുമ്പോഴും അതെങ്ങനെ കിടക്കുന്നു എന്നറിയില്ല, ക്യാബിൻ വേർപെട്ട് പോയിട്ടുണ്ടോ എന്നും അറിയില്ല. എത്രമാത്രം ചലഞ്ചിങ് ആണ് നാളെ നമ്മുടെ നേവി സ്കൂബ ഡൈവേഴ്സിന് ഈ ടാസ്ക്? ഇതൊരു ചാലഞ്ചിങ് ആയതുകൊണ്ട് തന്നെ ഇന്ന് അരുൺ കണ്ടു കാണും അവർ കണ്ടിന്യൂസ്ലി അവിടെ സീബെഡിൽ സിങ്കർ ഇട്ട് കണ്ടിന്യൂസ്ലി അവർ നോക്കുമായിരുന്നു കറണ്ടിനെ ഒന്ന് അവരുടെ ഒരു ഫേവറബിൾ കണ്ടീഷനിൽ കിട്ടാൻ. ബിക്കോസ് അവർ ഇതിനെ ഒരു ചാലഞ്ചായി ഏറ്റെടുത്തിട്ട്, ബിക്കോസ് അവർക്കും ഈ ഒരു ടാസ്ക് അവർക്ക് അസൈൻ ചെയ്ത് അവർക്ക് ഇതൊരു ലോജിക്കൽ കൺക്ലൂഷനിൽ കൊണ്ടുവരണം. സോ ഇത് ബിക്കോസ് ഞങ്ങളുടെ സോണാർ ടീം അവരുടെ ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ദേ ഹാൻഡഡ് ഓവർ ദി കോൺടാക്ട്സ് ടു ഈ ഡൈവേഴ്സിന്റെ ടാസ്ക്. ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയുന്ന പോലെ അവിടുത്തെ കറണ്ട് അത്രയ്ക്ക് കറണ്ട്, ഇന്ന് കറണ്ട് ഒരു 5 to 8 knotsന്റെ ഇടയ്ക്ക് വാരി ചെയ്തായിരുന്നു. അതും ഈ മഴ പെയ്യുമ്പോൾ അത് ഇച്ചിരി കൂടും, ബിക്കോസ് ഈ ഹില്ലി ഏരിയയിൽ നിന്നുള്ള വെള്ളങ്ങളെല്ലാം ഈ റിവറിലോട്ട് വരുമ്പോൾ ഇച്ചിരി കൂടും. സോ ആ സ്റ്റേറ്റിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. നാളെയും വി ആർ ക്രോസിംഗ് ഓഫ്, ഹോപ്പിംഗ് ഫോർ ദാറ്റ് ഞങ്ങൾക്കൊരു ഫേവറബിൾ കറണ്ട് സിറ്റുവേഷൻ കിട്ടിയാൽ ഈ ഡൈവേഴ്സ് ഈ ഓപ്പറേഷൻസ് ഫർദർ. യെസ്, വണ്ടർഫുൾ. അതൊരു മിഷനായി നേവി ഏറ്റെടുക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്കൊരു വലിയ ആശ്വാസമുണ്ട്. കാരണം ഇത്തരം ചലഞ്ചിങ് ടാസ്കുകൾ നേവി ഇനിയും പെർഫോം ചെയ്യേണ്ടി വരുമ്പോൾ ഇതൊരു പാഠം കൂടിയാണ്, ഇറ്റ്സ് എ ട്രെയിനിങ് എക്സസൈസ് ആസ് വെൽ. ഒരു കാര്യം കൂടി അതുൽ പിള്ളൈ, ആർമിയുടെ ഒരു സോഴ്സിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ച് നാളെ ഈ ഏതെങ്കിലും ഒരു കട്ടിയുള്ള സ്ഥലത്ത്, ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യമായിരുന്നു, കരയിൽ നിന്ന് ആങ്കർ ചെയ്ത് ലൈവ് കേബിൾ ഉപയോഗിച്ച് അതിലേക്ക് മുങ്ങിപ്പോകാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ഇന്നലെ അങ്ങ് അത് വളരെ ബ്യൂട്ടിഫുള്ളി അദ്ദേഹം അങ്ങ് വിശദീകരിച്ചത്, അതിൽ മറ്റു ഒബ്ജക്റ്റുകൾ തട്ടി ഒരു പക്ഷേ ഈ സ്കൂബ ഡൈവേഴ്സിന് തന്നെ പുള്ളി ചെയ്യുന്ന സമയത്ത് ലൈഫ് റിസ്ക് ആവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു സംശയം, ഈ റാഫ്റ്റിങ്ങിൻ്റെ ബോട്ടിൽ ഇവർ സഞ്ചരിക്കുമ്പോൾ ആ ഭാഗത്ത് നിർത്തി ബോട്ടിൽ ആങ്കർ ചെയ്തുകൊണ്ട് ഇവർക്ക് ഇറങ്ങാൻ സാധിക്കുമോ? 10 മീറ്ററാണ് ആഴം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് അവിടെ ഈ ട്രക്കിൻ്റെ. അരുൺജി, ഈ ഒരു വട്ടം ഡൈവർ ഇപ്പോൾ അവർക്ക് ഞാൻ അവർക്ക് ഫേവറബിൾ കറന്റ് കണ്ടീഷൻ 2 knots. ഫോർ എക്സാമ്പിൾ അവർക്കൊരു 3 to 4 knots കിട്ടിയെങ്കിൽ ദേ മേ അറ്റംപ്റ്റ് ഫോർ സ്പോട്ട് ഡൈവിംഗ്. എന്ന് വെച്ചാൽ ആ സിങ്കർ അവിടെ തന്നെ ഇട്ടിട്ട് അവർ സ്പോട്ടിൽ പോകും. ആ സിങ്കറിന്റെ കയറിലോട്ട് പിടിച്ച് അവർ താഴെ അടിത്തട്ടി പോയി ഫീൽ ചെയ്തിട്ട് ടച്ച് ചെയ്തിട്ട് അന്ന് സ്പോട്ട് ഡൈവിംഗ് പറയുന്നത്. ആൻഡ് അഗെയിൻ ആ റോപ്പ് പിടിച്ചിട്ട് അവർ ബോട്ടിലോട്ട് വരും. അപ്പം ഇത് സ്പോട്ട് ഡൈവിംഗ്. ഫോർ എക്സാമ്പിൾ നൗ ഇഫ് ആ സ്പോട്ട് ഡൈവിംഗിൽ അവർക്ക് ഇതൊരു പോസിറ്റീവ് ഐഡന്റിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ വാട്ട് ഹി വിൽ ഡു ഇസ്, ഈ പുള്ളിക്കാൻ ഒരു റോപ്പ് എടുത്ത് ഏതെങ്കിലും ഒരു സ്ട്രോങ് പോയിന്റിൽ, ഫോർ എക്സാമ്പിൾ അതൊരു ട്രക്കാന്ന് പോകും, ആ ട്രക്കിന്റെ ഒരു സ്ട്രോങ് പോയിന്റിലോട്ട് ഈ റോപ്പ് കണക്ട് ചെയ്തിട്ട് ദിസ് റോപ്പ് വിൽ ആക്ട് ആസ് എ ഗൈഡിങ് റോപ്പ്. സോ ദാറ്റ് അടുത്ത ഡൈവർ പോകുമ്പം പുള്ളിക്കാൻ ഈ ഗൈഡിങ് റോപ്പ് കൊണ്ട് പിടിച്ചു വേണം അവിടെ എത്താൻ. പിന്നെ ബിക്കോസ് വിസിബിലിറ്റി 0 അപ്പോൾ അവർക്കത് ഫീൽ ചെയ്തിട്ടേ അത് പറയാൻ പറ്റുള്ളൂ ഈ ട്രക്കിന്റെ ഏത് ഭാഗമാണ്, ഫ്രണ്ട് എവിടെ, ബാക്ക് എവിടെ, അതൊക്കെ നോക്കാൻ. രണ്ടാമത്തത്, ഇതൊക്കെ ചെയ്യുമ്പോൾ ഹി ഈസ് കണ്ടിന്യൂസ്ലി മൂവിങ് ഹിസ് ഫ്ലാപ്സ്, കാലിങ്ങനെ മൂവിക്കൊണ്ട് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ ഇത് ചെയ്യുമ്പോൾ. സോ അത് ചെയ്യാൻ വേണ്ടി ഒരു ഫേവറബിൾ കറന്റ് ഇല്ലെങ്കിൽ it is very difficult for diver to stay at one location എന്നിട്ട് ഈ ടാസ്കിങ് ഒക്കെ ചെയ്യാം. അതുകൊണ്ടായി മാക്സിമം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് മനുഷ്യസാധ്യമായതൊരു 4 knots ആണ് അല്ലേ കറണ്ട്? അല്ല, 2 knots. It's a challenge for everyone. അത് എല്ലാവർക്കും ഒരു ചാലഞ്ച്, അവർക്കും ഒരു ചാലഞ്ച്. They may attempt 3 to 4, they may attempt. Try ചെയ്യും. That's great. I really appreciate the efforts of scuba divers. കാരണം അവരുടെ ലൈഫ് അത്രയും ചലഞ്ചിങ് ടാസ്ക് ആണല്ലോ ഏറ്റെടുക്കുന്നത്. 2 knots ആണ് ഫേവറബിൾ കണ്ടീഷൻ. ഇപ്പോൾ ഉള്ളത് 6 to 8 knots ആണെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അത് നാളെ കുറയണം. ഇന്നിപ്പോൾ മഴ പെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ആ കറണ്ട് ഫ്ലോ ഒരു 4 knot താഴെ ആവാനുള്ള സാധ്യതയുണ്ടോ കമാൻഡർ അതുൽ പിള്ളൈ? കാരണം ഇത്തരം ടെറൈൻ താങ്കൾക്ക് അറിയാമല്ലോ. അത് ഒബ്വിയസ്ലി ബിക്കോസ് മഴയില്ലെങ്കിൽ പിന്നെ ഫ്ലോ ഇല്ലല്ലോ. ബിക്കോസ് ഫ്ലോ ഓഫ് വാട്ടർ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ റിവർ വരുന്ന ഈ മൗണ്ടെയിൻസിൽ നിന്നുള്ള വെള്ളമെല്ലാം ഒഴുകി ഈ റിവറിലോട്ട് വന്ന് ജോയിൻ ഇതാവുക. അപ്പോൾ മഴയില്ലെങ്കിൽ 100% ഇറ്റ്സ് എ ഫേവറബിൾ കണ്ടീഷൻ ഫോർ അസ്.
ദാറ്റ്സ് ഗ്രേറ്റ്. നാളെ നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് തന്നെ പ്രാർത്ഥിക്കണം. ഒരു കാര്യം കൂടി കമാൻഡർ അതുൽ പിള്ളൈ, ഇതിൽ ഇനി ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന ഒരു അല്പസമയം മുമ്പ് ഞങ്ങളൊരു ഗ്രാമത്തിൽ പോയി, ആക്കോട്, അവിടെ ഒരു 8 കിലോമീറ്റർ അകലെയുള്ളൊരു ഗ്രാമമാണ്. അവിടെ ഈ തടി ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഗ്രാമവാസികൾ. ആ തടിയിൽ ഡീസൽ പുരണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ലോറിയുടെ പൊസിഷൻ ഇന്നലെ അങ്ങ് പറഞ്ഞതുപോലെ ചരിഞ്ഞായിരിക്കാൻ കിടക്കാൻ ഏറിയ പങ്കും സാധ്യത കൂടുതൽ. പക്ഷേ അങ്ങനെ ചരിഞ്ഞ് കിടക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഡീസൽ ടാങ്ക് പൊട്ടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വൈറ്റലായുള്ള ഇൻഫർമേഷൻ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഡീസൽ ടാങ്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ ഗ്ലാസ് ജനാലുകളും പൊട്ടാനുള്ള സാധ്യത കൂടുതലല്ലേ? പ്രോബബിലിറ്റി ഹൈ. അത് നമുക്ക് ഇതൊക്കെ അസംഷൻസ്. ഇപ്പൊ എന്നോട് ഇപ്പം എനി ഡൈവർ പുള്ളിക്കാരനോട് പറയാം അതേ ഡീസൽ ഉണ്ടെങ്കിൽ ദെൻ വി കുഡ് സീ ഡീസൽ ഇൻ ദാറ്റ് ഏരിയ സ്പ്രെഡ് ചെയ്ത് കിടക്കും, സ്കാറ്റേർഡ് ആയിട്ട് കിടക്കും. എനി ഫ്യൂവൽ വിച്ച് പുട്സ് ഇൻ വാട്ടർ അത് സ്കാറ്റേർഡ് ആവും അവിടെ അല്ല. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ഐ അണ്ടർസ്റ്റാൻഡ് അവിടെ ഒഴുക്കുണ്ട്, പക്ഷെ എന്നാലും ഒരു അംശം എവിടെയെങ്കിലും കാണും. സോ ഐ ഡോണ്ട് നോ അത് ദ ബെസ്റ്റ് പോസിബിൾ കൺഫർമേഷൻ, പോസിറ്റീവ് ഐഡന്റിഫിക്കേഷൻ പറ്റുന്ന ഡൈവർ. ഒരു സംശയം കൂടി, ഇത്രയും ഇപ്പോൾ ഒരു 3 നോട്ട്സിൽ അല്ലെങ്കിൽ 2 നോട്ട്സിലുള്ള ഒഴുക്കുണ്ട്, 0 വിസിബിലിറ്റി ആണ്, ക്യാബിനിൽ ഗ്ലാസ് ഉണ്ട്, ഡോറുകൾ ക്ലോസ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഇന്ദ്രബാലൻ പറയുന്നു. അത് എത്രമാത്രം ചലഞ്ചിങ് ആയിരിക്കും അതുൽ പിള്ളൈ ഉള്ളിൽ കയറാൻ? ഈ ആദ്യത്തെ ഫസ്റ്റ് ഡൈവിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹി വിൽ അതൊരു എസ്റ്റാബ്ലിഷ്, നമ്മൾ ഗൈഡിങ് റോപ്പ് വെച്ച് ഒരു റൂട്ട് എസ്റ്റാബ്ലിഷ് ആയി. ആ റൂട്ട് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് ഈ ഡൈവർ വന്നിട്ട് ഡൈവിംഗ് സൂപ്പർവൈസറിനോടും അവിടുത്തെ ഡൈവിംഗ് എക്സ്പേർട്ട് ഓഫീസറിനോടും ഈ കാര്യങ്ങളെല്ലാം അവർക്കറിയാം എന്തോ പറയണ്ടേ, അവരതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ദെൻ ഹി വിൽ പ്ലാൻ ഫോർ എ പെയർ ഡൈവിംഗ്. മീൻസ് 2 ഡൈവേഴ്സ് കൂടെ പോയിട്ട് then they will do that assumption ki first cabin check ചെയ്യും, അതല്ലെങ്കിൽ പിന്നെ അവർ അതിന്റെ ഫർദർ പ്രൊസീജിയർ ആയിട്ട് പോകുന്നേക്ക് എവിടെ ഉള്ള അത് പറ്റുന്നുണ്ടോ, തുറക്കാൻ പറ്റും, അതെല്ലാം അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹി ഹാസ് ടു ഐഡന്റിഫൈ ദാറ്റ്. ആ ഒരു ടാർഗറ്റിനെ കിട്ടി കഴിഞ്ഞിട്ട് ആ ഗൈഡിങ് റോപ്പ് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് എ പാത്ത്, ഏതൊരു നെക്സ്റ്റ് ഡൈവേഴ്സിന് പോകാൻ വേണ്ടി ഒരു പാത്ത് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ മൾട്ടിപ്പിൾ ഡൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കും ആ ഏരിയയിൽ ടിൽ ദ ടൈം. ചെക്കിങ് 1 by 1 കമ്പാർട്ട്മെന്റ് തുറക്കുമ്പോൾ ചിലപ്പോൾ ഹി മേ ഗെറ്റ് സ്റ്റക്ക്. അതെല്ലാം അവന്റെ ലൈഫ് ലൈനിലൂടെ ക്ലിയർ ചെയ്തിട്ടായിരിക്കും അവൻ ഇതെല്ലാം ചെയ്യുന്നത്. അതുൽ പിള്ളൈ, ഇത് ഈ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് കൂടി ബേസ് ചെയ്തുകൊണ്ടൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, താങ്കൾ എത്ര വിശ്വസിക്കുന്നു നാളെ നമുക്ക് ഈ മിഷൻ അച്ചീവ് ചെയ്യാൻ കഴിയുമെന്ന്, ഗിവൺ ദി ചലഞ്ചിങ് കണ്ടീഷൻസ്, സിറ്റുവേഷൻസ്? If weather favors us, we may expect diving. If weather favors us, that's the only prayer which every one of us are taking. Surely 100%. Thank you, Adul Pillai.